NDA നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇത്തവണത്തെ തൃശൂർ പൂരം മികച്ച രീതിയിൽ നടത്തിയതിനാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയത്. നല്ലതിനെ നല്ലതായി കാണണം. മന്ത്രി കെ രാജനും അഭിനന്ദനം അർഹിക്കുന്നുണ്ടെന്നും നല്ല വ്യക്തികൾ നമുക്കിടയിലുമുണ്ട്, അവരെ കണ്ടെത്തണം. നിലമ്പൂരിൽ NDA വിജയിച്ചാൽ ഒരു ഗവൺമെന്റ് കോളേജ് അനുവദിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എന്നാൽ PMAY പദ്ധതിയിൽ മുഖ്യമന്ത്രിയുടെ നടപടിയെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ല പദ്ധതിയെന്ന് PMAY യോഗത്തിൽ മുഖ്യമന്ത്രിയും കേരളത്തിൽ നിന്നുള്ള ഒരു IAS കാര്യം പറഞ്ഞിരുന്നു. പാവപ്പെട്ടവന് ഒരു മാനക്കുറവും ഉണ്ടാകില്ല, കൂരയില്ലാത്തവന് വീടാണ് വേണ്ടത്. PMAY ക്യാമ്പയിനുമായി നീങ്ങാനാണ് BJP ആലോചിക്കുന്നത്. നേമത്ത് BJP അക്കൗണ്ട് പൂട്ടിച്ചു എന്ന് പറഞ്ഞവർക്കുള്ള അടിയാണ് തൃശൂരിൽ സംഭവിച്ചത്. ഇപ്പോൾ ശ്രദ്ധിച്ചാണ് താൻ സംസാരിക്കുന്നത്, ഇല്ലെങ്കിൽ എന്നെ ട്രോളും. അനുഭവങ്ങളിൽ നിന്നാണ് പഠിക്കേണ്ടതെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിലെത്തും. ജൂൺ 14, 16 തീയതികൾക്കിടയിൽ ഏതെങ്കിലും 2 ദിവസമാകും പ്രചാരണത്തിന് പ്രിയങ്ക ഗാന്ധി എത്തുക. റോഡ് ഷോയിലും പൊതുയോഗത്തിലും പങ്കെടുക്കും. സ്വന്തം മണ്ഡലമാണെന്ന പരിഗണനയിലാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രിയങ്ക എത്തുന്നത്. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ M സ്വരാജ് മികച്ച വിജയം നേടുമെന്നാണ് AA റഹീം MP പറയുന്നത്. കേരളത്തിലെ ഇടത് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എന്തെല്ലാമാണെന്നും മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് M സ്വരാജിന് ലഭിക്കുമെന്നും തിരഞ്ഞെടുപ്പിൽ M സ്വരാജിന് വിജയമുണ്ടാകുമെന്നും AA റഹീം MP പറയുന്നുണ്ട്.